ഹലോ ഓൾ, എല്ലാവർക്കും മൈക്രോബയോ ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് കേരള PSC വിളിച്ചിട്ടുള്ള മൈക്രോബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് KWAയുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിൽ വിളിച്ചിട്ടുള്ള ഒരു പോസ്റ്റുണ്ട്. അപ്പം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അതിനെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ അപ്ലൈ ചെയ്തവർക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന, അതായത് വരാൻ സാധ്യതയുള്ള ഒരു സിലബസിനെ പറ്റിയിട്ടും എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ മുൻപോട്ട് കൊണ്ടുപോകേണ്ടുന്നതും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലായിരിക്കും ഇനി മുതൽ ഈ മൈക്രോബയോളജിസ്റ്റ് പോസ്റ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സിലബസ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സിലബസാണിത്. ഒറിജിനൽ സിലബസ് കേരള PSC പുറത്ത് വിട്ടിട്ടില്ല. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സിലബസ് ഒന്ന് നോക്കാം. ഇത് ഓൾറെഡി ഇതിനു മുമ്പ് നടന്നിട്ടുള്ള മൈക്രോബയോളജിസ്റ്റ് എക്സാമുകളെയൊക്കെ ആധാരമാക്കിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സിലബസാണ്. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ജനറൽ മൈക്രോബയോളജിയാണ്. ജനറൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് മൈക്രോബയോളജിയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് അതിൻ്റെ ഹിസ്റ്ററി വരും, സ്കോപ്പ് വരും. ഹിസ്റ്ററി എന്ന് പറയുമ്പം സയൻറ്റിസ്റ്റ് എന്തൊക്കെ ഡിസ്കവറീസ് നടത്തിയിട്ടുണ്ട്, ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഒരു മൈൻഡ് മാപ്പ് പോലൊക്കെ നമുക്കിതിനെ ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കി പഠിക്കാവുന്നതാണ്. സോ അതേപോലെ ആ ഇയർ വൈസ്, ആ പീരിയോഡിക്കായിട്ട് ഇയർ വൈസ് എന്തൊക്കെ ഡിസ്കവറീസ് ആരൊക്കെ നടത്തിയിട്ടുണ്ട്, ഫാദർ ഓഫ് മൈക്രോബയോളജി, ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി, ഫാദർ ഓഫ് ബാക്ടീരിയോളജി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകാനുണ്ട്. സോ പിന്നീട് പറയുന്നതാണ് ബൈബിൾ ഓഫ് മൈക്രോബയോളജി എന്ന് വിളിക്കുന്നതാണ് ബർഗീസ് മാനുവൽ. ഈ ബർഗീസ് മാനുവൽ ഓഫ് സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജിയെ പറ്റി പഠിക്കണം. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എക്സ്ട്രീമോ ഫൈൽസ് വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്ട്രീമോ ഫൈൽസ്. മൈക്രോബിയൽ ഡൈവേഴ്സിറ്റിയിൽ മൈക്രോബിയൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് മൈക്രോബ്സ്, അവരുടെ ആ ഒരു ഹാബിറ്റാറ്റ്, അവരുടെ ആ ഒരു കൾച്ചറിൽ അവരെങ്ങനെ അപ്പിയർ ചെയ്യും, മോർഫോളജി, അങ്ങനെ കുറേ ഡീറ്റെയിൽഡായിട്ട് കുറേ ബയോകെമിക്കൽ അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ, ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്ന സിലബസിലാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ഇപ്പോൾ ഈ ബേസിക്സ് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പിന്നീടുള്ള പോർഷൻസ് നന്നായിട്ട് പഠിക്കാം, കൂടുതൽ നന്നായിട്ട് മനസ്സിലാകും, നന്നായിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അതൊരു മെരിറ്റാണ് ബേസിക്സ്, ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ. അതായത് ഈ ജനറൽ മൈക്രോബയോളജി, ആ ഹിസ്റ്ററിയുടെ ഇതിൽ വരുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക്. അതുകൂടാതെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഇതിനു മുമ്പ് PSC ഈ മൈക്രോബയോളജിസ്റ്റ് അല്ലാതെ കോമൺ ആയിട്ട് നടത്തിയിട്ടുള്ള PSC എക്സാമുകളിൽ സയൻസ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഹിസ്റ്ററി. ഓക്കെ, ദെൻ മോർഫോളജി ആൻഡ് സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ സെല്ലിൻ്റെ മോർഫോളജി, കോക്കെ, ബാസിലെ അങ്ങനെയുള്ളതൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾ എക്സാമ്പിൾസായിലാണ് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കേണ്ടത്. കൾട്ടിവേഷൻ ഓഫ് ബാക്ടീരിയ, കൾച്ചർ മീഡിയ മെത്തേഡ്സ്, ഏത് ടൈപ്പ്, എൻറിച്ച്മെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്, ബ്രോത്ത് ഉണ്ട്, അഗാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള മീഡിയാസും പ്യുവർ കൾച്ചർ മെത്തേഡ്സ് ഉണ്ട്. ആ പ്യുവർ കൾച്ചർ മെത്തേഡ്സിനെയാണ് ഇവിടെ മെത്തേഡ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നീട് എയറോബിക് കൾച്ചറുണ്ട്, എനൈറോബിക് കൾച്ചറുണ്ട്. ദെൻ ബാക്ടീരിയൽ ഐഡൻറ്റിഫിക്കേഷനിലാണ് നമ്മുടെ സ്റ്റെയിനിങ് ടെക്നിക്സ് ഒക്കെ വരുന്നത്. സ്റ്റെയിനിങ് ടെക്നിക്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സ്റ്റെയിനിങ് ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സോ ഇത് കഴിയുമ്പോൾ കൾച്ചർ ഉണ്ടായിരിക്കും, കൾച്ചർ ടെക്നിക്സ് ഉണ്ട്, ബയോകെമിക്കൽ ടെസ്റ്റുകളുണ്ട്. സോ സ്റ്റെയിനിങ് ടെക്നിക്സ് നമ്മൾ നോക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കിപ്പോണം. ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്.
പിന്നീട് നമ്മൾ ഇവിടെ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് വൈറസിൻ്റെ കൾട്ടിവേഷൻ, വൈറൽ റെപ്ലിക്കേഷൻ, ഇപ്പം എഗ് ഇനോക്കുലേഷൻ, ആനിമൽ ഇനോക്കുലേഷൻ, അങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ റീസെൻ്റ്ലി വൈറസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. സോ അതിൽ നിന്ന് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു ഏരിയയിൽ നിന്ന്. പിന്നീട് വരുമ്പോൾ ഫംഗസിൻ്റെ സിസ്റ്റമിക് ക്ലാസിഫിക്കേഷനുണ്ട്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഫംഗസ് ഉണ്ട്. നമ്മൾ ആസ്കോമൈക്കോട്ട, ബെസീഡിയോമൈക്കോട്ട, ഡ്യൂട്ടീരിയോമൈക്കോട്ട, അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് 4-5 പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് മെയിനായിട്ട് നമ്മൾ നോക്കണം. ഇനി ഈ ഫംഗൽ കൾച്ചറിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതായത് നമ്മൾ എന്ത് തിയറി പഠിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയായിരിക്കും ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റെപ്സ് ഉണ്ട്. ലാക്ടോഫീനോൾ കോട്ടൺ ബ്ലൂ എന്നൊക്കെ പറയുന്നത് എന്താണ്, LPCB എന്താണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റെയിനുകളെ പറ്റിയൊക്കെ നമ്മൾ അവിടെ അതിൻ്റെ മീഡിയം SDA PDA അതിനെ പറ്റിയൊക്കെ നോക്കി പോകണം. പിന്നീട് വരുവാണെങ്കിൽ കീമോടാക്സിസ്, ഫോട്ടോടാക്സിസ്, അങ്ങനെ ആ ഒരു കീമോടാക്സിസ് മൂവ്മെൻറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്രോബിയൽ ഫോട്ടോ സിന്തസിസ് പറഞ്ഞിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെറിലൈസേഷനിൽ നിന്ന് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്. സ്റ്റെറിലൈസേഷനിൽ തന്നെ സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്ഷനും വരുന്നുണ്ട്. ആ മെത്തേഡ്സ് ഏതൊക്കെയാണ് സ്റ്റെറിലൻസ് ആയിട്ടും ഡിസിൻഫെക്റ്റൻസ് ആയിട്ടുമൊക്കെ യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ. പിന്നീട് അവിടെ പറഞ്ഞിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്, ഡിസ്ക് ഡിഫ്യൂഷൻ, വെൽ ഡിഫ്യൂഷൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ടെസ്റ്റുകളെയൊക്കെ പറ്റി നോക്കണം. ദെൻ പിന്നീട് സെക്കൻഡ് മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയാണ്. ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിൽ നമുക്കറിയാം, ഈ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എന്താ വരുന്നത്, ഒരു ഫെർമെൻറ്ററാണ് അല്ലേ. സോ ഫെർമെൻറ്ററിൻ്റെ സ്ട്രക്ചർ, ഫെർമെൻറ്റേഷൻ ടെക്നിക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെർമെൻറ്റേഷൻ ടെക്നിക്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർമെൻറ്ററിൻ്റെ പാർട്ട്, ഡിസൈൻ, അതുമൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ എങ്ങനെയാണ് ഒരു ഐസൊലേറ്റിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളുടെ ഇൻഡസ്ട്രിയൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് വൈൻ, ബിയർ, എത്തനോൾ, അതായത് മൈക്രോബിയൽ പ്രൊഡക്ഷൻ ഓഫ് വൈൻ, ബിയർ, എത്തനോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത് സെക്കറോമൈസസ് സെറിവേസിയെ പറ്റി നമ്മൾ പോയിൻറ്റ്സ് എഴുതി ആ പോയിൻറ്റ്സ് പഠിക്കണം. അതായത് ഈ സെക്കറോമൈസസ് സെറിവേസിയെ പറ്റിയിട്ട് കുറേ ഫാക്ട്സ് ഉണ്ട്, കുറേ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ റിയാക്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ നോക്കി പോകണം. ദെൻ വരുവാണെങ്കിൽ മെഡിക്കൽ മൈക്രോബയോളജിയാണ് കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ മൈക്രോബയോളജിയിൽ ഏതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പോസ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മൈക്രോബയോളജിസ്റ്റ് ഓർ ബാക്ടീരിയോളജിസ്റ്റ്. സോ നമ്മൾ കുറച്ച് മുൻതൂക്കം എന്തിനു കൊടുക്കണം, ബാക്ടീരിയോളജിക്ക്, മെഡിക്കൽ ബാക്ടീരിയോളജിക്ക് കൊടുക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ബാക്ടീരിയ ഉണ്ട്. സ്ട്രെപ്റ്റോകോക്കെ, സ്റ്റെഫൈലോകോക്കെ, ന്യൂമോകോക്കെ, കോർണി ബാക്ടീരിയം, ക്ലോസ്ട്രിഡിയം, ഈക്കോളെ, പ്രോട്ടിയസ്, ഷിജല്ല, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിൽ തന്നെ എൻട്രോ ബാക്ടീരിയേസിയ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാം പോസിറ്റീവായവരും ഗ്രാം നെഗറ്റീവും ഉണ്ട്. അതിൽ ഗ്രാം നെഗറ്റീവിൽ വരുന്ന എൻട്രോ ബാക്ടീരിയേസിയയിൽ വരുന്ന ഈക്കോളെ, ഷിജല്ല, സാൽമണല്ല, അവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ ഗ്രാം പോസിറ്റീവിൽ വരുന്ന സ്റ്റെഫൈലോകോക്കസ്, അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കുറച്ച് മൈക്രോബ്സിൻ്റെ പേര് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ നെയിംസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സിലബസിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, അവരുടെ പത്തോജെനിസിറ്റി, എങ്ങനെയാണ് ലബോറട്ടറി ഡയഗ്നോസിസ് നടത്തുന്നത്. സോ അതിനൊക്കെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അതൊക്കെ. പിന്നീട് വരുവാണെങ്കിൽ വൈറോളജി, ഇതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ വൈറസസിനെ കൊടുത്തിട്ടുണ്ട്. VZ വൈറസ്, പോളിയോ, റാബിസ്, ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ്, HIV, ഡെങ്കു, സാർസ് കോവിഡ്, അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. സോ അവരെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറസാണ് ഇപ്പം ഒരു കറണ്ട് സിറ്റുവേഷനിൽ. റാബിസ് നോക്കണം. ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് അറിയപ്പെടുന്നതാണ് റാബിസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ റാബിസിനെ പറ്റിയിട്ടും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നീട് വരുവാണെങ്കിൽ ഫംഗസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഫംഗൽ പത്തോജെനിസിറ്റി ഉണ്ട്. അതായത് മൈക്കോസിസ്,
സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് ഉണ്ട്, ക്യൂട്ടേനിയസ് ഉണ്ട്, സബ് ക്യൂട്ടേനിയസ് ഉണ്ട്, സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ഉണ്ട്. സോ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ടായിരിക്കണം. ഈ ഫംഗസിൻ്റെയൊക്കെ പ്രത്യേകതയുണ്ട്. പ്രധാനമായിട്ടും ഈ ഫംഗൽ ഡിസീസുകൾക്ക് കുറേ കോമൺ നെയിംസ് ഉണ്ട്. ഈ കോമൺ നെയിംസൊക്കെ നമ്മൾ നോക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ നമുക്ക് കോമൺ നെയിം ആയിരിക്കാം അവിടെ ചോദിക്കുന്നത്. ഓപ്പർച്യൂണിസ്റ്റിക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിസ്റ്റിക്കിൽ വരുന്നതാണ് നമ്മുടെ ആസ്പർജില്ലോസിസ് ഒക്കെ പോരെ. സോ ആസ്പർജില്ലോസിസിൽ തന്നെ അതിൽ റിലേറ്റഡ് ആയിട്ട് അഫ്ലാടോക്സിൻ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലും ചോദിക്കാൻ, അത് നമ്മൾ വീണ്ടും ഫുഡ് മൈക്രോബയോളജിയിൽ വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മളെല്ലാ സിലബസ് മൊത്തത്തിൽ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ വരുന്നതാണ് നമ്മുടെ പാരസൈറ്റോളജി. പാരസൈറ്റോളജിയിൽ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരസൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. മലേറിയ, അമീബിയാസിസ്, ലെയ്ഷ്മാനിയാസിസ്, അറ്റ്ലീസ്റ്റ് ഈ 3 എണ്ണമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് മാത്രമല്ല വേറെ ഒത്തിരി പാരസൈറ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോട്ടോസോവൻ ഡിസീസ് ചോദിക്കാൻ സാധ്യതയുള്ള, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളവരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മലേറിയയുടെ പ്ലാസ്മോഡിയം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. വൈവാക്സ് ഉണ്ട്, മലേറിയ ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട് മലേറിയയുടെ തന്നെ പാരസൈറ്റ്സ്. സോ അങ്ങനെ പിന്നെ ഈ വെക്റ്റർ ഏജൻറ്റ് എങ്ങനെയാണ്, അവരുടെ ലൈഫ് സൈക്കിളൊന്നും നമ്മൾ എല്ലാ പാരസൈറ്റ്സിൻ്റെ ലൈഫ് സൈക്കിളൊന്നും നോക്കിയിരിക്കണം. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫെർമെൻറ്റേഷൻ ടെക്നോളജിയാണ്. ഇത് സെപ്പറേറ്റ് ഒരു മൊഡ്യൂളായിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇനി ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിൽ കണക്ട് ചെയ്ത് അങ്ങനെ ചിലപ്പോൾ വരാനായിരിക്കും സാധ്യത. ഇവിടെ ചെറിയ പ്രോബ്ലംസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്, കണക്കുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. പിന്നെ ബയോ റിയാക്ടറിനെ കുറിച്ചും KLA, എസ്റ്റിമേഷൻ ഓഫ് KLA ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ വരുവാണെങ്കിൽ എൻവിയോൺമെൻറ്റൽ മൈക്രോബയോളജിയിലാണ് വാട്ടർ മൈക്രോബയോളജി വരുന്നത്, അക്വാട്ടിക് മൈക്രോബയോളജി വരുന്നത്. സോ അപ്പം നമ്മളുടെ കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആകുമ്പം എൻവിയോൺമെൻറ്റൽ മൈക്രോബയോളജി മറ്റ് മൊഡ്യൂളുകളെക്കാട്ടിൽ കുറച്ച് മുൻതൂക്കം കൂടുതൽ കൊടുത്ത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകാതെ പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണെന്ന് തന്നെ പറയാം. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബയോസ്ഫിയർ, കമ്പോണൻ്റ് ഓഫ് എക്കോസിസ്റ്റം, ഇക്കോളജി. നമ്മൾ 12th പഠിച്ചിട്ടുള്ള ആ ഒരു ഗ്രേഡിൽ കുറേ കാര്യങ്ങൾ എക്കോളജി, എക്കോസിസ്റ്റം, ആ ട്രോഫിക് ലെവൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നോക്കണം. ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഇൻറ്ററാക്ഷൻ ഉണ്ട്. മൈക്രോബിയൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് മൈക്രോബ്സ് ഇൻ അക്വാട്ടിക് എൻവിയോൺമെൻറ്റിലുള്ള അതിൻ്റെ അവിടുത്തെ ഹാബിറ്റാറ്റ്, എസ്റ്ററീസിൽ എങ്ങനെയാണ്, മറൈൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വാട്ടർ ബോൺ ഡിസീസസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ബോൺ ഡിസീസസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസും അതിൻ്റെ വാട്ടറിൻ്റെ അനാലിസിസും. ഇത് നമ്മൾ ഒബ്വിയസ്ലി എൻവിയോൺമെൻറ്റൽ മൈക്രോബയോളജി പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിൽ MBN പോലുള്ള കാര്യങ്ങൾ മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെസ്റ്റ് ഒക്കെ ഇല്ലേ, MBN ഒക്കെ ചെയ്യാറുണ്ട്. സോ അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് BOD COD ലെവല്, വാട്ടറിൻ്റെ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ഇവിടെ പഠിച്ചോണം. ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ്, ഫീക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പഠിക്കണം. മൈക്രോബ്സ് ഇൻ എയർ മൈക്രോബയോളജിയാണ്. ഈ എയർബോൺ ഡിസീസസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. എയർബോൺ ഡിസീസസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ടർ ബോൺ ഡിസീസസും പഠിക്കണം, എയർബോൺ ഡിസീസസും പഠിക്കണം. സോ ഇവിടെ തന്നെ നമ്മൾ കുറേ ബാക്ടീരിയയെ പറ്റിയും കുറച്ച് വൈറസിനെയൊക്കെ പറ്റി, നമ്മൾ പാരസൈറ്റിനെയൊക്കെ പറ്റി പഠിച്ചു പോകും. സോ അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ ബാക്ടീരിയയുടെയൊക്കെ, അവിടെ നിന്നുള്ള കുറേ പേരെയൊക്കെ ഇവിടെ നമ്മൾ പഠിക്കും. ഈക്കോളയൊക്കെ നമ്മുടെ വാട്ടർ മൈക്രോബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈക്കോളയെ കൾച്ചർ ചെയ്യുന്ന മീഡിയം ഏതാണ്, EMB അഗാർ, അതൊക്കെ
അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കുറച്ച് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കണം. മൈക്രോബിയൽ ലൈഫ് ഇൻ എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സ്, എക്സ്ട്രീമോഫൈൽസ് ഓൾറെഡി നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. പിന്നെ ഹെവി മെറ്റൽസിൻ്റെ കാര്യമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൈക്രോബ്സ് ഇൻ സ്പേസ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മൈക്രോബ്സ് ഇൻ സ്പേസ്. ലിമിറ്റഡ് എൻവയോൺമെൻറ്റിൽ മൈക്രോബിയൽ ഗ്രോത്ത് എങ്ങനെയായിരിക്കാം അത്. പിന്നെ എൻവയോൺമെൻറ്റൽ ആപ്ലിക്കേഷൻസ്, അതായത് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ്, വേർമി കമ്പോസ്റ്റിങ്, അങ്ങനെയുള്ള പൈറോളിസിസ് ഒക്കെ പോലത്തെ സ്കാരിഫിക്കേഷൻ, പൈറോളിസിസ്, സീവേജ് ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഏരിയയിൽ. വാട്ടറിൻ്റെ സീവേജ് ട്രീറ്റ്മെൻറ്റ് അവിടെ യൂസ് ചെയ്യുന്ന സ്ലഡ്ജ് മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ്, ഓക്സിഡേഷൻ പോണ്ട് ഉണ്ട്, ഓക്സിഡേഷൻ പോണ്ടിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് മൈക്രോബ്സ് ഉണ്ട് സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നവർ ട്രിക്ലിംഗ് ഫിൽറ്ററിലൊക്കെ. സോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ അവിടെ നോക്കി തന്നെ പോകണം. പിന്നീട് വന്നിരിക്കുന്നത് മൈക്രോബിയൽ ഡീഗ്രഡേഷനാണ്. സിന്തറ്റിക് പോളിമേഴ്സിൻ്റെയും സീനോബയോട്ടിക്സിൻ്റെയൊക്കെ ഡീഗ്രഡേഷൻ, അതായത് ബയോ റെമഡിയേഷൻ കാണിക്കുന്ന മൈക്രോ ഓർഗാനിസംസാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ഒബ്വിയസ്ലി മൈക്രോബയോളജിയുടെ ഓൾമോസ്റ്റ് ഇപ്പം കുറേ ഏരിയ കഴിഞ്ഞു. ഇനി നമ്മുടെ വരുന്നതാണ് ബയോകെമിസ്ട്രി. ബേസിക് ബയോകെമിസ്ട്രി മുതൽ നമ്മുടെ അമിനോ ആസിഡ്സ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് ഒക്കെ പഠിക്കണം നമ്മൾ. പ്രോട്ടീൻ്റെ സ്ട്രക്ചർ, അതിൽ തന്നെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് രാമചന്ദ്രൻ പ്ലോട്ട്. ഓക്കെ, പിന്നെ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത് നമുക്ക് ബയോകെമിസ്ട്രിയിൽ വരുവാണെങ്കിൽ. പിന്നീട് പ്രോബ്ലം വരാൻ സാധ്യതയുള്ള ഏരിയ ഏതാണ്? എൻസൈംസ്. എൻസൈംസിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എൻസൈം കൈനറ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. എസ്റ്റിമേഷൻ ഓഫ് എൻസൈം ആക്ടിവിറ്റി, നമ്മുടെ KM വാല്യൂ, Vmax, KM, അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സ്ട്രക്ചർ ഓഫ് DNA, ടൈപ്സ് ഓഫ് DNA, അങ്ങനെ കുറച്ച് ഏരിയാസാണ് അടുത്തത്. പിന്നീട് വരുന്നതാണ് mRNA, tRNA, rRNA, siRNA, മൈക്രോ RNA. അങ്ങനെ കുറച്ച് RNAയുടെ ടൈപ്സ് ഓഫ് RNAs, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് പഠിക്കണം, അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പഠിക്കണം. പിന്നീട് ഹോർമോൺസും അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ബയോളജിക്കൽ റോൾ എന്താണെന്നും പഠിക്കണം. പിന്നീട് വരുന്നതാണ് മോളിക്യുലാർ ബയോളജി. മോളിക്യുലാർ ബയോളജിയിൽ DNA റെപ്ലിക്കേഷൻ, ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്, DNA പോളിമറൈസ് ഓഫ് യൂക്കരിയോട്സ്, അങ്ങനെ DNA റെപ്ലിക്കേഷനും അസോസിയേറ്റഡ് എൻസൈംസ് അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അത് ഒക്കെ എന്താണ്, അതിൻ്റെയൊക്കെ ഫങ്ഷൻ എന്താണ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. ലിഗേസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്, അങ്ങനത്തെയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ലിഗേസസിലൊക്കെ. സോ അതൊക്കെ നോക്കി വെക്കണം. ബയോളജിക്കൽ സിസേഴ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ബയോളജിക്കൽ ഗ്ലൂ എന്ന് വിളിക്കുന്നത് ആരെയാണ്? അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ മോളിക്യുലാർ ബയോളജിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. പിന്നെ അവിടെ വരാനുള്ളത് എന്താണ്? RDNA ടെക്നോളജി. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. RDNA ടെക്നോളജി, RDNAയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ തന്നെ ഈ ഒരു മോളിക്യുലാറിൽ തന്നെ PCR ടെക്നിക്സ്, അങ്ങനെയുള്ള കുറച്ച് മോളിക്യുലാർ ടെക്നിക്സ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എവിടെ വരും? ബയോ ഇൻസ്ട്രുമെൻറ്റേഷനിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇമ്മ്യൂണോളജി ആണുള്ളത്. ഇമ്മ്യൂണോളജിയിൽ തന്നെ PAMB ഒക്കെ പോലെ PRR, PAMB ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. PAMB എന്ന് പറയുമ്പോൾ നമ്മുടെ പാത്തജൻ അസോസിയേറ്റഡ് മോളിക്യുലാർ പാറ്റേൺസ് ഉണ്ട്. PRR അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഇമ്മ്യൂണിറ്റിയുടെ ടൈപ്സ് ഉണ്ട്. ഇന്നേറ്റ്, ഓട്ടോ ഇമ്മ്യൂണിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ, നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പ്രത്യേകതകൾ, പെക്യുലാരിറ്റീസ്, T സെല്ല്, B സെല്ല്. പിന്നെ അവിടെ വരുവാണെങ്കിൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം.
അവിടുന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മുടെ ആ ഒരു അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. സോ അവിടെ ഒക്കെ ഈ ഒരു ഇമ്മ്യൂണോളജി ഏരിയയിൽ ചിലപ്പോൾ കവർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇമ്മ്യൂണോളജി നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം മുതലേ പഠിക്കുന്നത് നമുക്ക് റിവൈസ് ചെയ്ത് പോകുക. കാരണം നമുക്ക് ഇമ്മ്യൂണോളജി, മോളിക്കുലാർ ബയോളജിയൊക്കെ നമുക്ക് ചിലപ്പം മറക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ആദ്യം മുതലേ ഈ ഒരു പോർഷൻസ് കുറച്ച് പഠിച്ചു പോയി റിവൈസ് ചെയ്ത് വരുവാണെങ്കിൽ നമ്മൾ എക്സാം ആകുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയൊക്കെ തറോ ആയിരിക്കും. പിന്നീട് വരുന്നതാണ് ഫുഡ് മൈക്രോബയോളജി. ഫുഡ് മൈക്രോബയോളജിയിൽ നമുക്ക് HACCP ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഹഡിൽ എഫക്റ്റ്, അതിൽ വരുന്ന HACCPയിലും ഹഡിൽ എഫക്റ്റിനും എന്തായാലും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. പിന്നെ SCP സിംഗിൾ സെൽ പ്രോട്ടീൻസ്, എഡിബിൾ മഷ്റൂംസിനെ പറ്റി അവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. പിന്നീട് വരുവാണെങ്കിൽ നമുക്ക് യോഗട്ട്, കേർഡ്, അതായത് മിൽക്ക്, ഡെയറി മൈക്രോബയോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഏരിയ വരും. അത് ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പം ഒരു ടോപ്പിക്കായിട്ട് ഡെയറി മൈക്രോബയോളജിന്നേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ഡെയറി പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചീസ്, യോഗട്ട്, ബട്ടർ, അതിൻ്റെ മൈക്രോ ഫ്ലോറ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിൽ ഈ ഒരു ഫുഡ് മൈക്രോബയോളജിയിൽ നമുക്ക് ഒരു ടെക്നിക്കലി പറയുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് MBRT വരുന്നത്. മിൽക്കിൻ്റെ ക്വാളിറ്റി അനാലിസിസ്, SPCയും MBRTയും ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റൊക്കെ വരുന്നിടം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഫുഡ് മൈക്രോബയോളജിയിൽ നിന്ന് ചിലപ്പം FSSA പോലുള്ള സ്റ്റാൻഡേർഡ്സിൻ്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഫുഡ് മൈക്രോബയോളജിയിൽ. പിന്നീട് വരുവാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പോർഷൻ ബയോ ഇൻസ്ട്രുമെൻറ്റേഷനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസ്ട്രുമെൻസിൻ്റെ പ്രിൻസിപ്പിൾ വേണം, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിസൈൻ വേണം, മെത്തേഡ് വേണം, ആപ്ലിക്കേഷൻ വേണം. ഇതെല്ലാ ഇൻസ്ട്രുമെൻസിലും ഇങ്ങനെ തന്നെ വേണം. അതിൽ തന്നെ ഇൻസ്ട്രുമെൻസിൽ ചോദിക്കാം 100%, 100% നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി. UV വിസിബിൾ ഉണ്ട്, IR ഉണ്ട്, രാമനുണ്ട്, ഫ്ലൂറസെൻസ് ഉണ്ട്, NMR ഉണ്ട്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ പ്രിൻസിപ്പളും ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിസൈനും ഇവർ തമ്മിലുള്ള ഡിഫറൻസും നമ്മളൊന്ന് നോക്കി വെച്ചേക്കണം. പിന്നീട് വരുന്നതാണ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ്. അതിൽ തന്നെ പേപ്പർ, തിൻ ലെയർ, HPLC വരുന്നുണ്ട്, ജെൽ ഫിൽട്രേഷൻ വരുന്നുണ്ട്, അഫിനിറ്റി, അയൺ എക്സ്ചേഞ്ച്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സും വരുന്നുണ്ട്. സോ ആ ടെക്നിക്സിൻ്റെയും പ്രിൻസിപ്പിളും ആ ഒരു മെത്തേഡും എന്താണ് ഈ ക്രൊമാറ്റോഗ്രഫിക്കൊക്കെ എന്തായിരിക്കാം നമ്മുടെ RF വാല്യൂ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് RF വാല്യൂ. ഈ RF വാല്യൂ കണ്ടുപിടിക്കുന്നത് ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ നോക്കിയിരിക്കണം. മേ ബി അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. പിന്നെ വരുന്നതാണ് ഇലക്ട്രോഫോറസിസിൽ തന്നെ ജെൽ ഇലക്ട്രോഫോറസിസ് ഉണ്ട്, പേജ് ഉണ്ട്, ഏജ് ഉണ്ട്. പേജും ഏജും കൂടെയുള്ള ഡിഫറൻസ്. പിന്നീട് നമ്മുടെ pH മീറ്റർ, കണ്ടക്ടോമെട്രി, സെൻട്രിഫ്യൂഗേഷനിൽ തന്നെ അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. അതിൻ്റെ പ്രിൻസിപ്പിള്, ആ ഒരു ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കണം. പിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്, അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്, മൈക്രോസ്കോപ്പ്. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് മൈക്രോസ്കോപ്പ്. കാരണം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാം മൈക്രോബയോളജിസ്റ്റിൻ്റെയാണ്. സോ നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം മൈക്രോസ്കോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിൽ തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ഉണ്ട്. അതിൽ സ്കാനിങ്ങും ട്രാൻസ്മിഷനും, അതായത് നമ്മുടെ സെമ്മും ടെമ്മും, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏരിയാസ്.
സോ ഇതും അതും ഏരിയാസും അതിൽ നമ്മൾ എന്തൊക്കെയാണ് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ട് പ്ലേലിസ്റ്റിലോട്ട് വീഡിയോസ് ഈ ഒരു സിലബസ് വെച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് പോകും. സോ അതൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ആവശ്യമുണ്ടെന്ന് അറിയുന്നത് അനുസരിച്ചാണല്ലോ നമുക്ക് വീഡിയോ ചെയ്യാനും തോന്നുന്നത്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാമിന് വേണ്ടി ഇപ്പോഴേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വിത്തിൻ 6 months നമുക്ക് എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും എക്സാമൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോസിൽ കൂടുതലായിട്ട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നാളെ മുതൽ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.